ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് കിച്ചൻ്റെ സ്ലാബും കോൺക്രീറ്റിൻ്റെ സ്ലാബ് ഉണ്ടായിരുന്നു, ടൈൽസ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ നമ്മൾ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക്കൽ വർക്കാണ്. അപ്പോൾ നിലവിൽ കുറച്ച് ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു, കാരണം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കിച്ചണാണ് നമ്മൾ പൊളിച്ചു കൊടുത്തത്. അപ്പോൾ അതിൽ ചെറിയ കറക്ഷൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് ഈ ഗ്യാസിൻ്റെ വാൽവാണിത്. ആ വാൽവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്റ്റൗവിന്റെ പോയിന്റ് ഇരുന്ന് വെച്ചത്. യാതൊരു കാരണവശാലും ഈ ഒരു ഇത് ആരും ചെയ്യരുത്. നാളെ ഒരു ഗ്യാസിനൊരു ലീക്ക് വന്നാൽ നമുക്ക് വലിയൊരു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാസിന്റെ വാൽവ് നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇവിടെ സ്റ്റൗ വരുമ്പോൾ സ്റ്റൗവിന്റെ താഴെ ഏതൊരു കിച്ചൺ എടുത്ത് നോക്കിയാലും 3 ഡ്രോവേഴ്സ് ആണ് പൊതുവെ എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ ഡ്രോവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഓൺ ഓഫും ചെയ്യാനും പറ്റില്ല. ഗ്യാസിന്റെ സ്റ്റൗവിന്റെ പോയിന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് റിമൂവ് ചെയ്തിടാനും പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഈ ഗ്യാസിന്റെ പോയിന്റ് ഈ സ്റ്റൗവിന്റെ താഴേന്ന് കുറച്ച് റൈറ്റ് സൈഡ് ക്യാബിനറ്റിലേക്ക് കൊടുക്കും. ഗ്യാസിന്റെ സ്റ്റൗവിന്റെ ഇലക്ട്രിക്കൽ പോയിന്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സ്റ്റൗവിന്റെ പ്ലഗ് ഈ ഡോർ തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് റിമൂവ് ചെയ്തിടാൻ പറ്റും. ഗ്യാസിന്റെ വാൽവ് ആണെങ്കിൽ തന്നെ നമുക്ക് ആ ഡോർ തുറന്നിട്ട് ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ചിമ്മിനിയുടെ പോയിന്റ് നമ്മൾ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിമ്മിനിയുടെ ബാക്കിലായിരുന്നു ഇത് ഇരുന്ന് വെച്ചത്, അത് മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് നമുക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് അതും കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കൺട്രോൾ സ്വിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി. നേരത്തെ ഇവിടെ തന്നെയായിരുന്നു, സോക്കറ്റിന്റെ കൂടെ തന്നെയായിരുന്നു കൺട്രോൾ സ്വിച്ച്. ആ സ്വിച്ച് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോബിന്റെ പോയിന്റ് ഇവിടെയാണ്, അതിന്റെ പോയിന്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവെ കിച്ചണിൽ ഇവിടെ ഒരു മൈക്രോവേവിന്റെ പോയിന്റ് ഇല്ലായിരുന്നു, അപ്പോൾ ആ മൈക്രോവേവിന്റെ പോയിന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാവരും മൈക്രോവേവിന്റെ പോയിന്റ് മൈക്രോവേവിന്റെ ബോക്സ് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ബാക്ക് സൈഡിലാണ് മൈക്രോവേവിന്റെ പോയിന്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരിടത്തും അങ്ങനെ കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ബോക്സ് ആയിട്ട് മൈക്രോവേവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഈ ഓവന്റെ പുറകെ കൂടി കൈയിട്ട് ആ പ്ലഗ് റിമൂവ് ചെയ്തിടാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഓവന്റെ പോയിന്റ് ഓവന്റെ മേളത്തെ കമ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുക. പിന്നെ അതിന്റെ കൺട്രോൾ സ്വിച്ച് നമ്മുടെ ഈ ഡാഡോ ടൈൽ ഏരിയയിലേക്ക് കൊടുക്കുക. അപ്പോൾ ഓവന്റെ പോയിന്റ് ഓവന്റെ ബാക്കിൽ കൊടുക്കുക. ബിൽറ്റിൻ ഓവൻ ആണെങ്കിൽ ഒട്ടും നമുക്ക് അകത്തേക്ക് കൈയിട്ട് പ്ലഗ് റിമൂവ് ചെയ്തിടാൻ പറ്റില്ല. അപ്പം ബിൽറ്റിൻ ഓവന്റെയും മൈക്രോ ഓവൻ ആണെങ്കിലും അതിന്റെ പോയിന്റ് അതിന്റെ ബാക്ക് സൈഡിൽ കൊടുക്കാതിരിക്കുക. അതിന്റെ തൊട്ട് മേളിലെ കമ്പാർട്ട്മെന്റോ സൈഡിലുള്ള കമ്പാർട്ട്മെന്റിലോ ഇതിന്റെ സോക്കറ്റ് കൊടുക്കുക. കൺട്രോൾ സ്വിച്ച് ഇതുപോലുള്ള ഡാഡോ ടൈൽ ഏരിയയിൽ. അപ്പം ഈ 3 പോയിന്റുകളും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അത് ഈസി ആക്സസിങ് വേണ്ടിയിട്ടാണ്. നാളെ ഒരു പ്രോബ്ലം ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലഗ് ഒക്കെ റിമൂവ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ ഇത്രയും നാളും ചെയ്യുന്ന എല്ലാ കിച്ചണിലും പൊതുവെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ പ്ലഗ് ഒക്കെ റിമൂവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇനി മോഡുലാർ കിച്ചൺ ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഇലക്ട്രിക്കലിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്